ഞങ്ങളെ അറിയാവുന്ന എല്ലാവരും ഞങ്ങളുടെ ലൈഫിൽ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് നടന്നത് എന്താണെന്ന് അറിഞ്ഞാണെന്ന് വിചാരിക്കുന്നു. ഈ വേദനയിൽ ഞങ്ങളുടെ ഒപ്പം നിന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയണം. ആദ്യമായിട്ട് ഇപ്പോ ഒരു ഒരു അവയർനെസ് വീഡിയോ പോലെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നമ്മുടെ വണ്ടി ഇപ്പൊ റിവീൽ ചെയ്തിട്ട് തന്നെ കുറച്ച് 4 മാസം ആകുന്നേ ഉള്ളൂ. അതിനുള്ളിലാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോ ദൈവഭാഗ്യം കൊണ്ട് മാത്രമാണ് നമ്മൾ ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഞാനും ജിജീഷ് മനീഷ സെലിൻ ഈ 4 പേര് ദൈവഭാഗ്യം കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. കാരണം നമ്മൾ ജസ്റ്റ് വണ്ടിയിൽ നിന്ന് ജസ്റ്റ് ഒരു കരിഞ്ഞ സ്മെല്ല് വന്നു. അപ്പൊ തന്നെ ഫ്രണ്ട് ബോണറ്റിൽ നിന്ന് പുക കയറിയപ്പോ തന്നെ നമ്മൾ 4 പേരും വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അത് ഇറങ്ങിയത് കൊണ്ട് നമ്മളിപ്പോ ജീവനോട് നമ്മളിപ്പോ നിലവിലുണ്ട്. അതല്ല ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് വേരിയേഷൻ വന്നതാണെങ്കിൽ ഡോർ ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇന്ന് കാലത്ത് നമുക്ക് എന്ത് സംഭവിക്കും ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ജർമ്മൻ ടെക്നോളജി, വോക്സ്വാഗൺ പോളോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ വണ്ടികൾ വാങ്ങിക്കുക. വണ്ടീനെ കുറ്റം ഞാൻ ഇപ്പോഴും പറയണില്ല. ഏത് വണ്ടിയാണെങ്കിലും ഇപ്പൊ ഷോറൂമിൽ നിന്ന് പുതിയ വണ്ടി വാങ്ങിച്ച് പോയി വഴിയിൽ വെച്ച് തീ കത്തിയ ഇൻസിഡന്റും നമ്മുടെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ വളരെ അടുത്തറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം നമ്മൾ എങ്ങനെയാണ് ഒരു വണ്ടി കൊണ്ട് നടക്കുന്നത് എന്നുള്ളത്. നമ്മൾ അത്രയും വണ്ടികളായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. പക്ഷെ നമ്മൾ ഇത്രയൊക്കെ വണ്ടികളെ കുറിച്ച് നോളജ് ഉണ്ടായിട്ടും ഇത്രയൊക്കെ വണ്ടികളെ നമ്മൾ കെയർ ചെയ്തിട്ടും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ശരിക്കും ഞങ്ങൾ ഷോക്കായി പോയി. അതും നമ്മളിപ്പോ നോർമലി വണ്ടി കൊണ്ട് നടക്കുന്ന പോലെയല്ല ഞങ്ങൾ നടക്കുന്നത്. അപ്പൊ ഞങ്ങളെ വളരെ അടുത്തറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ നമ്മള് ഇത്രയും സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് വോക്സ്വാഗൺ പോളോ തന്നെ വാങ്ങിയേക്കുന്നത്. ഇതിപ്പോ ചില കമന്റ്സുകളിലൊക്കെ നമ്മൾ കാണാൻ ഇടയായി, നിങ്ങൾ ഭയങ്കര മോഡിഫിക്കേഷൻസ് ചെയ്തു, ക്വാളിറ്റി ഇല്ലാത്ത ഇലക്ട്രിക് സാധനങ്ങൾ യൂസ് ചെയ്തു, വണ്ടിയിൽ മോഡിഫിക്കേഷൻസ് കൂടുതലായിട്ട് വണ്ടി കത്തിപ്പോയി അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരു കാര്യവും നമ്മുടെ വണ്ടിയിലില്ല. നമ്മുടെ വണ്ടിക്ക് നമ്മൾ ആകെ ചെയ്തിട്ടുള്ളത് കളർ ചേഞ്ചിങ് അലോയ് വീൽ ഇട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ അതിന്റെ വയറഴിക്കുക, എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്യുക, അങ്ങനെ ഒരു കാര്യമില്ല. പക്ക കമ്പനി ഇറക്കിയ വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. കളർ ചേഞ്ചിങ് കൊണ്ട് ആണ് ആളുകൾ ഇങ്ങനെ പറയുന്നത് ഭയങ്കരമായിട്ട് നിങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്തു, അങ്ങനെ ചിലപ്പോൾ കത്തിയതായിരിക്കാം. അങ്ങനെയൊന്നുമില്ല. അത് നമ്മളെ അറിയാവുന്നവർക്കും നമ്മുടെ വണ്ടീനെ അറിയാവുന്നവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പം എത്ര വലിയ ഇപ്പൊ BMW, ബെൻസോ, വോക്സ്വാഗൺ പോളോയോ എങ്ങനത്തെ ആണെങ്കിലും എല്ലാരും സേഫ്റ്റി മുഖ്യമാണ്. അതുകൊണ്ട് എന്തൊക്കെ നമുക്ക് സംഭവിക്കാം, ഇങ്ങനെയും സംഭവിക്കാം എന്ന് വിചാരിച്ചിട്ട് വേണം നിങ്ങൾ ഇനി വണ്ടി എടുത്ത് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരു സൂചനയും വണ്ടീന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. നമ്മള് രാവിലെ തൊട്ട് വണ്ടിയിലായിരുന്നു. വൈകുന്നേരം വീടെത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു 100 മീറ്റർ മുന്നെയാണ് നമ്മുടെ വണ്ടി കത്തിപ്പോയേക്കുന്നത്. അപ്പം യാതൊരു സൂചനയും തന്നിട്ടില്ല. ജസ്റ്റ് ഒരു കരിഞ്ഞ സ്മെല്ല് വരുന്ന പോലെ തോന്നി. ഒരു സെക്കൻഡ് ഗ്യാപ്പില് വണ്ടി ലോക്ക് ആവുന്നതിനുള്ളിൽ ഞങ്ങൾ എന്തായാലും 4 പേര് ഇറങ്ങി. അതുകൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ വണ്ടി ഫുള്ള് കത്തി തീർന്നു. വണ്ടി ഫുള്ള് കത്തി തീരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർഫോഴ്സ് എത്തുന്നതിനുള്ളിൽ വണ്ടി ഒന്നും തന്നെ ഇല്ല, മൊത്തം കത്തിപ്പോയായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ ലൈഫിൽ ഏതൊരു ഇൻസിഡന്റും ഉണ്ടാവുന്നത്. അപ്പൊ ഏതൊരു കാര്യത്തിനാണെങ്കിലും വണ്ടികളായിക്കോട്ടെ, നമ്മളൊരു ഇലക്ട്രിക് സാധനം അല്ലെങ്കിൽ ഒരു ഇരുമ്പിനാണ് നമ്മൾ ഇത്രയും ഇമോഷൻസ് കാണിക്കുന്നത്. അത് നമ്മുടെ ലൈഫിൽ അങ്ങനെ കൊണ്ടു നടന്ന ഒരു സാധനം ആയതുകൊണ്ട്. അപ്പൊ ആർക്കും ഇനി ഇങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. എല്ലാരും സേഫ്റ്റി നോക്കുക. വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്തായിരിക്കും എന്ത് നമുക്ക് സംഭവിക്കുക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ വണ്ടി ഇങ്ങനെ ആയതെന്നൊന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ കൈകൊട്ടി ചിരിച്ചവരുണ്ട്, കൈത്താങ്ങായി വന്നവരുണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാം റീച്ചിന് വേണ്ടി വണ്ടി കത്തിച്ചതാണോ, നമ്മൾ സ്വയം കത്തിച്ചതാണോ, അങ്ങനെ ചോദിച്ച ആൾക്കാരുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല ആൾക്കാരും നമ്മളെ ഒന്ന് താങ്ങി നിർത്താനായിട്ട് നല്ലൊരു വാക്കുകൊണ്ട് വന്നിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നമ്മളൊരു മനസ്സറിഞ്ഞൊരു നന്ദി പറയുന്നു. എന്താണെങ്കിലും ദൈവം എന്നുള്ള ഒരാൾ മുകളിലുണ്ട്. അപ്പൊ നമ്മൾ അത്രയും ആഗ്രഹിച്ചൊരു വണ്ടി പോയി. അപ്പൊ ഇനി ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ മാക്സിമം നോക്കുക. നമ്മുടെ വണ്ടീന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇതിലിപ്പോ നമുക്ക് എങ്ങനെയും ഒരു രീതിയിലും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഈ വണ്ടി കിടക്കുന്നത്. എൻജിൻ വരെ താഴേക്ക് ചാടി വീണേക്കുവാണ്. ഇതിലിപ്പോ ഈ നിൽക്കുന്ന ഒരു അലോയ് വീല് പോലും മൊത്തം കത്തി തീർന്നിരിക്കുകയാണ്. ഇത് ഇരുമ്പിന്റെ തുണ്ട് മാത്രമേ ഉള്ളൂ ഒരു പീസ്. ഇത് ഈ ഒരു ഭാഗം ഇങ്ങനെയാണ്. നമ്മുടെ തീ സ്പ്രെഡ് ആവുന്നത് ആദ്യം ഈ വശത്തു നിന്നാണ്, അതായത് ഡ്രൈവർ സീറ്റിന്റെ ഇപ്പുറത്തെ വശം. ഇവിടെ നിന്നാണ് ഒരു പുക പോലെ തോന്നി. ഞങ്ങൾ ബോണറ്റ് തുറക്കുന്ന ഗ്യാപ്പില് വണ്ടി ഫുൾ നമ്മുടെ കൺട്രോളിലല്ല. 10 മിനിറ്റില് ഇങ്ങനെ ഈ കോലം ഈ പോളോ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കൊണ്ടു നടന്ന വണ്ടിയാണെന്ന് ഞങ്ങളുടെ അക്കൗണ്ടിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം.
നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നടക്കുന്നത്. ഇതൊരു അവയർനെസ് ആയിട്ട് കൂടെ നിങ്ങൾ എടുക്കണം. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിക്കായിരിക്കും എങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പൊ സേഫ്റ്റി പരമായിട്ട് കാര്യങ്ങളും എല്ലാം നിങ്ങൾ നോക്കണം. ഇതിപ്പോ വോൾക്സ്വാഗൺ പോളോ ആണ്, ഇതേപോലെ ബെൻസ് ആയിക്കോട്ടെ BMW ആയിക്കോട്ടെ എന്തും കത്തിപ്പോവാം. അപ്പോൾ അതിനുള്ള സേഫ്റ്റീസ് നിങ്ങൾ എന്തായാലും നോക്കണം, എന്തായാലും കൊണ്ടു നടക്കണം കയ്യിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ എന്തായാലും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.